നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വൻ വഴിത്തിരിവ്. ആദ്യം അറസ്റ്റിലായ 5 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. ഇതുവരെ 26 CPM പ്രവർത്തകരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നിരവധി CPM പ്രവർത്തകരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്. കേസിൽ 100 കണക്കിന് പ്രതികളുണ്ട് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്ത 5 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഈ 5 പേർ ഈ ആക്രമണ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രധാനപ്പെട്ട പ്രതികളാണ്. ഇവരെയാണ് ഇപ്പോൾ ആദ്യ ഘട്ടമെന്ന നിലയിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അറസ്റ്റിലായ എല്ലാ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ പദ്ധതി. ഈ കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നു. അതായത് EDയെ ആക്രമിക്കുക എന്നത്, ഒരു കേന്ദ്ര ഏജൻസിയെ ആക്രമിക്കുക എന്നത്, പ്രത്യേകിച്ചും അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് തടസ്സപ്പെടുത്തുക, അവരെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക, അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ വധശ്രമം നടത്തുക എന്നീ ഗൗരവമായ കുറ്റകൃത്യങ്ങളാണ് തിരുവനന്തപുരത്ത് അന്ന് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഗൗരവ സ്വഭാവം വളരെ വലുതാണ്. ആ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം SITയിലേക്ക് മാറ്റിയത്. അതായത് നേരത്തെ ഈ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഈ കേസിൻ്റെ വേഗത പോരെന്നും ഈ കേസിൽ ഗൂഢാലോചനയുടെ ഭാഗം അന്വേഷിക്കുന്നില്ലെന്നും ED പരാതി പറഞ്ഞിരുന്നു. ED ഈ അന്വേഷണത്തിൽ തൃപ്തരല്ലാതെ വന്നാൽ അവർ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെടും. അങ്ങനെ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ടാൽ പ്രതികളെ അടക്കം സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത് നിലനിൽക്കെയാണ് കേസിൻ്റെ ഗുരുതര സ്വഭാവം പരിഗണിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചത്. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ 30ഓളം പോലീസുകാരടങ്ങുന്ന വലിയ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ സംഘത്തിൽ 4 SHOമാരുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്തിയ പ്രവർത്തകരെ മാത്രമല്ല, ഇങ്ങനെ ഒരു ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ, ഇങ്ങനെ ഒരു ആക്രമണത്തിന് ആഹ്വാനം നൽകിയ നേതാക്കളെയും ഈ ഒരു കേസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന കുറ്റം കൃത്യമായി അന്വേഷിച്ച് ശാസ്ത്രീയമായ തെളിവുകളടക്കം ശേഖരിച്ച് കോടതിക്ക് സമർപ്പിച്ചാൽ മാത്രമേ ഈ കുറ്റം തെളിയുകയുള്ളൂ. അതുകൊണ്ടാണ് വിദഗ്ധരായ പോലീസുകാരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ നേതൃത്വം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ SITയുടെ അന്വേഷണം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ആരാണ് ഈ കാര്യങ്ങളെല്ലാം, പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന വിവരം ആരാണ് വിളിച്ചറിയിച്ചത്? എന്തായിരുന്നു നിർദ്ദേശം? ഈ നിർദ്ദേശപ്രകാരമാണോ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്? ഇക്കാര്യങ്ങളായിരിക്കും SIT പരിശോധിക്കുക. ഇങ്ങനെ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യാനാണ് SIT സംഘം പദ്ധതിയിടുന്നത്. മാത്രമല്ല, ഈ ആക്രമണത്തിന് തൊട്ടു മുന്നേ ആക്രമണത്തിന് ആഹ്വാനം നൽകിക്കൊണ്ട് ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ വന്നതായി സൂചനയുണ്ട്. ഇത്തരം സന്ദേശങ്ങളടക്കം പിടിച്ചെടുക്കാനും ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താനുമൊക്കെയായിരിക്കും SIT ആദ്യഘട്ടത്തിൽ ശ്രമിക്കുക. ഉന്നത നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ഈ EDയെ ആക്രമിച്ച കേസ് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവുകയാണ്. കൂടുതൽ CPM പ്രവർത്തകരും നേതാക്കന്മാരും കേസിൽ കുടുങ്ങുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് പിണറായി വിജയന്റെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വസതികളിലടക്കം 12 ഇടങ്ങളിൽ ED പരിശോധന നടത്തിയത്. CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന ദുരൂഹ കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റി എന്നാണ് കേസ്. ഇത് യഥാർത്ഥത്തിൽ വീണയ്ക്കുള്ള അല്ലെങ്കിൽ വീണയുടെ കമ്പനിക്കുള്ള പ്രതിഫലമായിരുന്നില്ലെന്നും പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം വെച്ച് നോക്കിയാൽ ഇത് കൈക്കൂലിയാകാനും കള്ളപ്പണമാകാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുമാണ് ED വാദിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ EDക്ക് ഈ കേസിൽ വലിയ കഷ്ടപ്പാടൊന്നും നേരിടേണ്ടി വരികയില്ല. 2024 രജിസ്റ്റർ ചെയ്ത കേസിൽ
കേസിലാണ് ഇപ്പോൾ റെയ്ഡ് അടക്കമുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നത്. ED അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജികളിൽ നിയമ നടപടികൾ തുടരുന്നതുകൊണ്ടാണ് ഈ 2 വർഷം നടപടികൾ തടസ്സപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടിയ ED പൂർവാധികം ശക്തിയോടുകൂടി ഈ കേസിൽ തുടരന്വേഷണം നടത്തുമെന്നാണ് സൂചന. വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് ED കടക്കും. കള്ളപ്പണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ തീർച്ചയായും സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് EDക്ക് കടക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനകളിൽ റെയ്ഡുകളിൽ ഏതാണ്ട് 242 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ഈ 242 അക്കൗണ്ടുകളിലായി 18 കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്നു. ഇങ്ങനെ അതീവ ഗുരുതരമായ ഒരു കേസിന്റെ ഭാഗമായ നടപടിക്രമങ്ങൾ അത് പുരോഗമിക്കുമ്പോഴാണ് CPMന്റെ നേതൃത്വത്തിൽ EDക്കെതിരെ വലിയ പ്രതിഷേധം അരങ്ങേറിയത്. സത്യത്തിൽ ഈ കേസ് CPM നേതാവ് പിണറായി വിജയന് എതിരെയുള്ളതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ളതാണ്. വീണ വിജയൻ എന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ കേസിൽ എന്തിനാണ് പാർട്ടി ഇടപെട്ടതെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം നേതൃത്വത്തിന് നൽകാൻ കഴിയുന്നില്ല. എങ്കിലും ബുദ്ധിയുള്ള അണികൾ ഇത് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അണികളെ ഉപയോഗിച്ച് EDക്കെതിരെ ഗുരുതരമായ അക്രമങ്ങൾ നടത്തി. അതിന് പാർട്ടി ആഹ്വാനം നടത്തി. അതിനുശേഷം പ്രതികളായ പാർട്ടി പ്രവർത്തകരെ രക്ഷിക്കാൻ കഴിയാതെ മേൽപോട്ട് നോക്കി നിൽക്കുകയാണ് CPMന്റെ സംസ്ഥാന നേതൃത്വം. EDക്കെതിരെ ഇങ്ങനെയൊരു അക്രമം നടത്തേണ്ടതില്ലായിരുന്നുവെന്ന് CPMൽ പൊതുവെ വലിയ ഒരു അഭിപ്രായമുണ്ട്. ജയിലിൽ കിടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖാക്കളും നേതൃനിരയിലുള്ള CPM പ്രാദേശിക നേതാക്കളുമൊക്കെയാണ്. തിരുവനന്തപുരത്ത് പാർട്ടിക്കുള്ള മേൽക്കൈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നഷ്ടമായിരുന്നു. ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ നേതൃനിരയാണ് ED കേസിൽപ്പെട്ട് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്തെ ജയിലുകളിൽ അവർക്കിപ്പോൾ കിടക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ആശ്വാസകരമായ കാര്യമാണ്. ജാമ്യമൊന്നും ഈ ഇടക്കാലത്തൊന്നും അനുവദിച്ചു കിട്ടാൻ പോകുന്നില്ല. പക്ഷേ കേസ് മറ്റു സംസ്ഥാനത്തേക്ക് മാറ്റാതിരുന്നാൽ കൊള്ളാം. അങ്ങനെയാണ് എങ്കിൽ തീഹാറിലേക്കും പ്രധാനപ്പെട്ട കുപ്രസിദ്ധമായ മറ്റു സംസ്ഥാനങ്ങളിലെ ജയിലുകളിലേക്കും സഖാക്കളെ കൊണ്ടുപോകേണ്ടി വരും. യഥാർത്ഥത്തിൽ ജാമ്യം പോലും ലഭിക്കാതെ 100 കണക്കിന് ദിവസം സഖാക്കൾക്ക് ജയിലിൽ കഴിയേണ്ടി വരും. വിചാരണ നടത്തി നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അതുവരെ ഇത്തരത്തിലുള്ള നരകയാതനകൾ പ്രവർത്തകർക്ക് അനുഭവിക്കേണ്ടി വരും. നേതൃത്വം ഇപ്പോഴും ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുകയാണ്. പാവപ്പെട്ട പ്രവർത്തകരാണ് ഈ സമരത്തിൻ്റെ പേരിൽ ജയിലഴികളിൽ കിടക്കുന്നത്. ഇവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ട് ഗൂഢാലോചന സംശയിക്കുന്ന ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പ്രതികളിൽ ഒരു വിഭാഗം ആളുകൾ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപക്ഷെ നൽകിയേക്കും എന്ന് പോലീസിന് സൂചനയുണ്ട്. കാരണം നേതാക്കൾ പുറത്തു നിൽക്കുമ്പോൾ ഇവർ മാത്രം ജയിലിൽ കിടന്ന് നരകിക്കേണ്ട ഒരവസ്ഥ. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് ഇപ്പോൾ ജയിലിലെ ചില സഖാക്കന്മാർ, പിടിയിലായിട്ടുള്ള സഖാക്കന്മാർ പറയുന്നുണ്ട്. എന്തായാലും കേസ് അന്വേഷണം ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. കേരള പോലീസ് വളരെ വേഗതയിൽ കേസ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നു. ED തൊട്ടു പിന്നാലെയുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ IBയും കേസ് അന്വേഷണം വളരെ വിശദമായി തന്നെ മോണിറ്റർ ചെയ്യുന്നുമുണ്ട്.